أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അല്ലാഹു റാഹത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെയും അവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും അല്ലാഹു തആല സഫലീകരിക്കുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, ആരാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്? പലപ്പോഴും നാം കേൾക്കുന്ന ഒരു വാക്കാണ് ഷിയ എന്നുള്ളത്. പ്രത്യേകമായ രാജ്യങ്ങളിൽ അവർ ഭൂരിപക്ഷവും ആണ്. മുസ്ലിമീങ്ങൾ ആണോ അവർ, അതല്ല ഇസ്ലാമിന് വെളിയിലാണോ അവർ? ആരാണ് ഷിയാക്കൾ? പലപ്പോഴും പലരുടെ മേലും പഴിചാരുന്നതിന് വേണ്ടിയും ഷിയ എന്ന പ്രയോഗം ഉപയോഗിക്കാറുണ്ട്. സത്യത്തിൽ ആരാണ് ഷിയാക്കൾ? ഇവിടെ ഇസ്രായേലും അതുപോലെ തന്നെ ഇറാനും തമ്മിൽ യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ഇറാൻ എന്ന് പറഞ്ഞാൽ അത് ഷിയ ഭൂരിപക്ഷ പ്രദേശമാണ്, രാജ്യമാണ് എന്ന് മനസ്സിലാക്കുകയും അവർ മുസ്ലിമീങ്ങളല്ല, ഇസ്ലാമിൻ്റെ വൃത്തത്തിനപ്പുറത്താണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവർ ഉണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് ഷിയാക്കൾ? എവിടെ നിന്നാണ് ഷിയാക്കളുടെ ഉത്ഭവം? ഹ്രസ്വമായ ഒരു പഠനം നമുക്ക് അനിവാര്യം തന്നെയാണ്. തെറ്റിദ്ധാരണകൾ വെച്ചു പുലർത്തലല്ലോ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യമായ കാര്യം. വസ്തുതകളെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ്
മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം യോജിക്കുന്ന കാര്യം. സത്യത്തിൽ ആരാണ് ഷിയാക്കൾ? അവർ എവിടെ നിന്നും വന്നവരാണ്? ബഹുമാനികളെ, ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ, ഷിയ എന്ന് പറഞ്ഞത് അറബി വാക്കിൽ നിന്നും ഉണ്ടായതാണ്. ഏതാണ് അറബി വാക്ക്? ഷീഅത്ത് എന്നാണ് അറബി വാക്ക്. ഷീഅത്ത് എന്ന് പറഞ്ഞാൽ പാർട്ടി, ഒരു പ്രത്യേകമായ പാർട്ടി. ഇതിനാണ് ഷീഅത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ പറയുന്നത്. ഷീഅത്ത് എന്ന പ്രയോഗത്തിൽ നിന്നാണ് ഷിയ എന്ന പ്രയോഗം ഉണ്ടായിട്ടുള്ളത്. ഏത് കാലഘട്ടം മുതലാണ് ഷിയാക്കൾ വന്നത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതലേ ഉണ്ട്. നാം മനസ്സിലാക്കിയേക്കുന്നത്, ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചില പ്രത്യേകമായ അനുയായികൾ, അല്ലെങ്കിൽ അലി റളിയല്ലാഹു തആല അൻഹുവിനെ പ്രത്യേകത കൽപ്പിക്കുന്ന കുറെ ആളുകൾ എന്ന ഒരു ധാരണ മാത്രമാണ് നമുക്കുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ തന്നെ ഷിയ ഉണ്ട്. എങ്ങനെ? ഇതൊരു ഫാൻസ് അസോസിയേഷൻ ആയിരുന്നു. ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് മനസ്സിലാകും അല്ലേ? രാഷ്ട്രീയക്കാർക്കുണ്ട്, സിനിമക്കാർക്കുണ്ട്, ക്രിക്കറ്റുകാർക്കുണ്ട്, ഫുട്ബോൾ താരങ്ങൾക്കുണ്ട് ഫാൻസ് അസോസിയേഷൻ. അവരെ പ്രത്യേകമായി ഇഷ്ടം വെക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്നവർ എന്നാണല്ലോ അതിന്റെ അർത്ഥം വരുന്നത്. ഇങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് കൂടുതൽ ഇഷ്ടം വെക്കുന്ന ഒരു വിഭാഗം ആളുകൾ അന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. അന്നവർ ഷിയ ആയിട്ടില്ല. അന്ന് ഷിയ അല്ല. അലി റളിയല്ലാഹു തആല അൻഹുവിനോട് അളവിലും കൂടുതൽ മഹബത്ത് വെക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു അന്ന്. അങ്ങനെ വെക്കാനുള്ള പല കാരണങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിരുന്നു അലി റളിയല്ലാഹു തആല അൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രങ്ങൾ നാം പഠിക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഫാൻസ് അസോസിയേഷൻ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നാം ഏവരും മനസ്സിലാക്കിയതാണ് ഖൈബർ യുദ്ധ ചരിത്രം എന്നുള്ളത്. ഖൈബർ യുദ്ധ ചരിത്രം എന്നത് എന്താണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്? ഖൈബറിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ചെല്ലുകയാണ്. അവിടുത്തെ യഹൂദികളുമായിട്ടാണ് യുദ്ധം. ഖൈബറിലെ യഹൂദികൾ ഖൈബറിലുള്ള വലിയ കോട്ടയ്ക്കകത്തേക്ക് കയറി സുരക്ഷിതരായവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഖൈബറിൽ ചെന്ന് ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാവുകയാണ്. ഒന്നാമത്തെ ദിവസം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു. യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഇവർ കോട്ടയ്ക്കകത്ത് നിന്നുകൊണ്ട് അമ്പെയ്യുകയാണ്. അവർ കോട്ടയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുകയാണ്. രണ്ടാമത്തെ ദിവസം അസ്തമയത്തോടെ അടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് അഭിമുഖീകരിച്ചുകൊണ്ട് പറയുന്നു, സ്വഹാബ, ഖൈബറിന്റെ നാളെ ഖൈബർ യുദ്ധത്തിന് വേണ്ടി ഞാൻ ഒരു പടനായകനെ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിച്ചു തരുന്നതാണ്. യുഹിബ്ബുല്ലാഹ വറസൂലഹു യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു. ആ വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? യുഹിബ്ബുല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും അതിയായി സ്നേഹിക്കുന്ന വ്യക്തിയാണ്. മാത്രമല്ല യുഹിബ്ബുഹുല്ലാഹു വറസൂലുഹു, ആ വ്യക്തിയെയും അല്ലാഹുവും റസൂലും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നാളെ ഖൈബർ യുദ്ധത്തിന് എന്ത് ചെയ്യുന്നത്? കമാൻഡറായിട്ട് പോകുന്നത്. മൂന്നാമത്തെ ദിവസം യുദ്ധത്തിന് വേണ്ടി പോകുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഓരോ സഹാബിയും ആഗ്രഹിക്കുകയാണ്, ഇന്നത്തെ ദിവസത്തെ യുദ്ധത്തിന്റെ നേതാവായിട്ട് എന്നെ തെരഞ്ഞെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്തുകൊണ്ട്? അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന ആളാണെന്ന്
റിസാലത്തിന്റെ നാവുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നലെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഇന്ന് എന്നെ തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഓരോ സഹാബിയും ആഗ്രഹിച്ചു എന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അധികാരം എപ്പോഴെങ്കിലും എൻ്റെ മനസ്സിലേക്ക് ആഗ്രഹമായിട്ട് വന്നിട്ടുണ്ട് എങ്കിൽ ഖൈബറിന്റെ ദിവസത്തിന്റെ 3-ാമത്തെ ദിവസമാണ് എൻ്റെ മനസ്സിലേക്ക് ആഗ്രഹം വന്നത്. ആ മനുഷ്യൻ ഞാനാകാൻ ഒരുപാട് ആഗ്രഹിച്ചു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. 3-ാമത്തെ ദിവസം സഹാബത്ത് അണിനിരക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുകയാണ് സഹാബത്തിനിടയിലേക്ക്. ഓരോരുത്തരും ആഗ്രഹിക്കണേ എന്നെ വിളിക്കണേ എന്ന്. ആ സമയത്ത് തങ്ങൾ ചോദിക്കുന്നു, ഐന അലി റളിയല്ലാഹു അൻഹു, എവിടെ അലി, എവിടെ കാണുന്നില്ലല്ലോ. സഹാബത്ത് പറഞ്ഞു, കണ്ണിന് സുഖമില്ലാതെ വിശ്രമത്തിലാണ് നബിയെ, കൊണ്ടുവരാൻ പറഞ്ഞു. ശറഫാക്കപ്പെട്ട തുപ്പുനീര് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണിൽ വെച്ചു. കണ്ണിന്റെ അസുഖം മാറി. നായകനായിട്ട് അലി റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയോഗിക്കുകയാണ്. ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവും റസൂലും ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആളുകൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ അമിതമായി സ്നേഹിച്ചു. മാത്രമല്ല, ഖൈബറിന്റെ രണാങ്കളത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ഖൈബറിന്റെ എതിർവശത്തിരുന്നതായ മുറഹിബ് എന്ന് പറയുന്ന ആ പടനായകൻ ഓരോരുത്തരെയും വെല്ലുവിളിക്കുകയാണ്. മുറഹബ് വെല്ലുവിളിക്കുന്നത് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അനല്ലദീ സമ്മത്തിനി ഉമ്മി മുറഹബാ, ഞാൻ ആരാണെന്നറിയോ? എന്റെ ഉമ്മ എനിക്ക് മുറഹബ് എന്നാ പേരിട്ടിരിക്കുന്നത്. ഖദ് അറഫത്ത് ഖദ് അലിമത്ത് ഖൈബർ അന്നി മുറഹബാ, ഖൈബറിന്റെ ഓരോ മണൽത്തരികൾക്കും എന്നെ അറിയാം, ഞാൻ നല്ല ഒരു യോദ്ധാവാണ് എന്നും എന്റെ ധീരതയെ സംബന്ധിച്ചും ഖൈബറിന്റെ ഓരോ മണൽത്തരികൾക്കും അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് വീരവാദം മുഴക്കിക്കൊണ്ടാണ് മുറഹിബ് വരുന്നത്. അന്നി അനല്ലദീ സമ്മത്തിനി ഉമ്മി മുറഹബാ. ഈ സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹു ചെന്നുകൊണ്ട് പറയുന്നു, ഏ മുറഹബേ, അനല്ലദീ സമ്മത്തിനി ഉമ്മി ഹൈദറാ, നിനക്ക് ഞാൻ ആരാണെന്നറിയോ? എന്റെ ഉമ്മ എനിക്ക് പേരിട്ടേക്കുന്നത് പുലിക്കുട്ടി എന്നാണ്, സിംഹക്കുട്ടി എന്നാണ്. സിംഹക്കുട്ടി ഘോരമായ വനങ്ങളെ അടക്കി ഭരിക്കുന്ന സിംഹത്തെ നീ കണ്ടിട്ടില്ലേ? അത് മാത്രം മതി, അങ്ങനെ കണ്ടിട്ടുണ്ട് എങ്കിൽ ഈ അലി ആരാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹു. ചിന്തിച്ചു നോക്കൂ, ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. എന്നിട്ടോ ഖൈബർ യുദ്ധരണാങ്കളത്തിൽ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പരിച നഷ്ടപ്പെട്ടു. എന്തേ സംഭവിച്ചത്? കോട്ടയുടെ വാതിൽ പിഴുതെടുത്തുകൊണ്ടാണ് പിന്നീട് യുദ്ധം ചെയ്തത്. യുദ്ധം തീരുന്നത് വരെ പരിചയായിട്ട് ഉപയോഗിച്ചത് കോട്ടവാതിലാണ്. ഈ കോട്ടവാതിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരൊന്നൊന്നര വാതിൽ എന്ന് നമ്മുടെ പ്രയോഗത്തിൽ പറയാൻ കഴിയും. 70 ആളുകൾ കൂടിയിട്ടാണ് പിന്നീട് അത് എടുത്തു പൊക്കി തലസ്ഥാനത്ത് വെച്ചതെന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. ആ അലി ധീരനായ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അവിടത്തേക്ക് അക്കാലഘട്ടത്തിലെ സ്നേഹം എന്നത് അത് പരിഗണിക്കപ്പെടുന്ന കാര്യം തന്നെയായിരുന്നു. കാരണം ഇങ്ങനെയുള്ള ഒരു യോദ്ധാവായ ഒരു നേതാവിനെ സ്നേഹിക്കാത്ത അനുയായികൾ എവിടെ ഉണ്ടാവും? എന്നാൽ ആ സ്നേഹം അളവിലും അപ്പുറമായിട്ട് മാറി. അതാണ് പിന്നീട് പ്രശ്നത്തിലേക്ക് എത്തിയത്. പ്രശ്നത്തിലേക്ക് എത്താനുള്ള കാരണങ്ങൾ പലതാണ്. ഹജ്ജത്തുൽ വദാഇന്റെ സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾക്ക് എതിരെ കുറെ ആളുകൾ വന്നു. അങ്ങനെ ഉണ്ടല്ലോ, ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകുമ്പോൾ അതിന് എതിരും ആളുകൾ ഉണ്ടാവുമല്ലോ. അലി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പല രീതിയിലുള്ള അപവാദങ്ങൾ പറയാനും മോശമായിട്ട് സംസാരിക്കാനെല്ലാം ആളുകൾ വന്നപ്പോ ഹജ്ജത്തുൽ വദാഇന്റെ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മൻ അഹബ്ബ അലിയൻ ഫഖദ് അഹബ്ബനി. നിങ്ങൾ ആരും അലിയെ ആക്ഷേപിക്കല്ലേ, അലിയെ ആക്ഷേപിക്കല്ലേ. റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിനെ ആര് ഇഷ്ടപ്പെടുന്നുവോ അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനായി.
ആര് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടോ അവൻ എന്നോട് വെറുപ്പ് പ്രകടിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും വെറുപ്പ് വെച്ച് പുലർത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് അഭിസംബോധന ചെയ്തതായിട്ട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഫാൻസ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നും കൂടി ആവേശമായി എന്നുള്ളതാണ്. അവര് പരിധിക്ക് അപ്പുറവും അലി റളിയല്ലാഹു തആല അൻഹുവിന് സ്ഥാനം കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. പിന്നീട് ഷിയ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് പിന്നീട് എത്താനുള്ള കാരണങ്ങളിൽ ഒന്ന് എന്താണെന്നറിയോ? റസിയത്തുൽ ഖമീസ് എന്ന് പറയുന്ന ചരിത്രത്തിലെ ഒരു സംഭവമാണ്. റസിയത്തുൽ ഖമീസ്, ഷിയ ചരിത്രം പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇതൊന്ന് നോട്ട് ചെയ്തു വെച്ചോ. റസിയത്തുൽ ഖമീസ് എന്താണ്? റസിയത്തുൽ ഖമീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത് തിങ്കളാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഅ്തൂനി ബികിതാബ്, എനിക്കൊരു എഴുതാനുള്ള സംവിധാനം ഏർപ്പെടുത്തണം, പേനയും തോലും. അങ്ങനെ ഒരു എനിക്ക് എഴുതാനുള്ള ഒരു സംവിധാനം തരണം എന്ന് പറഞ്ഞു. അക്തുബുലക്കും കിതാബ, നിങ്ങൾക്ക് ഞാൻ ഒരു കിതാബ് എഴുതി തരാം, നിങ്ങൾ എനിക്ക് ഒരു പേനയും, നമ്മൾ പറഞ്ഞാൽ പേനയും കടലാസും എന്ന് നമ്മൾ പറയുന്നത് പോലെ, അന്ന് തോലാണല്ലോ, കൊണ്ടുവരാൻ പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എപ്പോഴാണ്? വ്യാഴാഴ്ചയാണ്, തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കലശലായ രോഗത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലും വേദനയിലുമാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇപ്പൊ പേപ്പറും പേനയൊന്നും കൊടുക്കാൻ നിൽക്കണ്ട, തങ്ങൾ വിശ്രമിക്കട്ടെ, അത് കഴിഞ്ഞ് രോഗം മാറിയതിനു ശേഷം, തങ്ങൾ ആരോഗ്യത്തോടുകൂടി വന്നതിന് ശേഷം നമുക്ക് കൊടുക്കാം. ഉമർ റളിയല്ലാഹു തആല അൻഹു തടസ്സം നിന്നു. പിന്നീട് എന്ത് സംഭവിച്ചു? അള്ളാഹുവിന്റെ വിധിപ്രകാരം രോഗം ശിഫയായില്ല. ആ രോഗത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുകയും ചെയ്തു. പിന്നീട് അലി റളിയല്ലാഹു തആല അൻഹുവിന് ഒരുപാട് സ്ഥാനം കൊടുക്കുന്ന ആളുകൾ എന്താ പറഞ്ഞുണ്ടാക്കിയതെന്നറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് പേനയും പേപ്പറും ചോദിച്ചത്, തോലും ചോദിച്ചത്, എനിക്ക് ശേഷം അധികാരത്തിൽ വരേണ്ടത്, ഖലീഫയായിട്ട് വരേണ്ടത് അലി ആയിരിക്കണം എന്നത് എഴുതി വെക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. അതിന് തടസ്സം നിന്നു ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ബഹുമാനികളെ, ഇതിങ്ങനെ വെറുതെ നിങ്ങൾ കേട്ടിരുന്നാ പോരാ. ഷിയ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു തആല അൻഹുവും ശത്രുക്കളായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. എങ്ങനെ അവർ ശത്രുക്കളായി? റസിയത്തുൽ ഖമീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു തആല അൻഹുവും അതുപോലെ തന്നെ ആയിഷ ബീവിയുമെല്ലാം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രുക്കളാണ്. എങ്ങനെ ശത്രുക്കളായി മാറി? റസിയത്തുൽ ഖമീസിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്താ? എന്തേ ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ ഉദ്ദേശിച്ചത്? ഇപ്പൊ രോഗത്തിലും പ്രയാസത്തിലും അല്ലേ, ഇപ്പൊ നിങ്ങളിതൊന്നും കൊടുക്കാൻ നിൽക്കണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ശരീഫ് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരോഗ്യത്തോട് തിരിച്ചു വരികയാണെങ്കിൽ ഒരു കിതാബ് നമുക്ക് എഴുതി തന്നോട്ടെ. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു, ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യം വിശ്രമമാണ്, നിങ്ങൾ ആരും പ്രയാസപ്പെടുത്തരുതെന്ന് പറഞ്ഞപ്പോ അവിടെ രണ്ട് വിഭാഗമായി. അപ്പൊ തന്നെ ഒരു വിഭാഗം പറഞ്ഞു കൊടുക്കണം, കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു തആല പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. ശബ്ദം ഇങ്ങനെ ഉയർന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൂമു അന്നി, എല്ലാവരും എന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോ. വിഷമത്തിലും രോഗത്തിലുമായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയേണ്ടി വന്നു, ഖൂമു അന്നി, എല്ലാവരും എന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോ എന്ന്. ബഹുമാനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഏൽപ്പിച്ച ഏതെങ്കിലും ഒരു കാര്യം തങ്ങൾ പറയാതെ പോയിട്ടുണ്ടോ? പറയാതെ പോയിട്ടില്ല. തങ്ങൾക്ക് ശേഷം ഖലീഫയാകേണ്ടത് ആരാണ്? ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാദത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. എന്തുകൊണ്ട്? അലി റളിയല്ലാഹു അൻഹുവിന്റെ ഫാൻസ് അസോസിയേഷൻ ആണ് അവർ. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ല ഖലീഫയായിട്ട് വരേണ്ടത്, അലി റളിയല്ലാഹു തആല അൻഹു ആണ്. അത് എഴുതി വെക്കുന്നതിന് വേണ്ടിയാണ് അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേന ആവശ്യപ്പെട്ടത്. കൊടുക്കാത്തതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ സമയത്ത്, വഫാത്തായി കിടക്കുകയാണ് തങ്ങൾ.
ആ സമയത്ത് സഹാബത്തിന്റെ എല്ലാവരുടെയും പൊതുവായ അഭിപ്രായമാണ് തങ്ങളെ അടക്കുന്നതിന് മുമ്പ് ഖലീഫയെ തെരഞ്ഞെടുക്കണമെന്നുള്ളത്. ഖലീഫയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ബനു സഖീഫ് പന്തലിൽ എല്ലാവരും കൂടിയിരിക്കുന്ന സാഹചര്യം. അലി റളിയല്ലാഹു തആല അൻഹു അവിടെ വന്നിട്ടില്ല. എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഖലീഫയായിട്ട് തെരഞ്ഞെടുത്തത്. എല്ലാവരുടെയും ഐക്യകണ്ഠേനമായ തീരുമാനപ്രകാരം അലി റളിയല്ലാഹു തആല അൻഹു ആ സദസ്സിൽ വന്നില്ല. എന്തുകൊണ്ട്? സംശയം നമ്മുടെ മനസ്സിലുണ്ടാകും, വിരോധം കൊണ്ടായിരിക്കുമെന്ന്. ബഹുമാനികളെ, അലി റളിയല്ലാഹു തആല അൻഹു ആരാണ്? നബി തങ്ങളുടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ ഭർത്താവല്ലേ? ആൺമക്കളില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യിത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് ആരാ? അലി റളിയല്ലാഹു തആല അൻഹു ആണ്. ആ മേഖലയിൽ ശ്രദ്ധ ചെലുത്തുകയായിരുന്നു. അല്ലാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിനോട് വിരോധം ഉണ്ടായത് കൊണ്ടല്ല. അലി റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനാസയുമായിട്ട് കൂടുകയായിരുന്നു. ആ സമയത്താണ് ബനു സഖീഫിന്റെ പന്തലിൽ വെച്ചുകൊണ്ട് ഖലീഫയായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ തെരഞ്ഞെടുക്കുന്നത്. ഇതും ഫാൻസ് അസോസിയേഷൻ ഇഷ്ടപ്പെട്ടില്ല. ആർക്ക്? അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞില്ലേ, അപ്പോ ഒന്നും അവർ ഷിയ ആയിട്ടില്ല കേട്ടോ. പിന്നീടാണ് ഷിയ എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്കൊന്ന് പറയട്ടെ, ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വൃത്തത്തിന് അപ്പുറത്തല്ല, അപ്പുറത്തുള്ളവരുണ്ട്. എല്ലാവരും ഷിയ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. മുബ്തദിഉകൾ എന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെയാണ് ഫുഖഹാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നേക്കുന്നത്. പല പേരുകളിലാണ് അവർ വന്നേക്കുന്നത്. റാഫിദിയ്യത്ത്, സബഇയ്യത്ത്, ഇമാമിയ്യത്ത്, ഇങ്ങനെ പല പേരുകളിൽ 12ഓളം ആളുകൾ വരുന്നുണ്ട്. അതില് ഇവരെല്ലാവരും ബിദ്അത്തിന്റെ അഹ്ലുകാരാണെന്ന് എല്ലാ പണ്ഡിതന്മാരും ഐക്യകണ്ഠേന രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിക വൃത്തത്തിന് അപ്പുറത്താണ് ചില വിഭാഗം ആളുകൾ മാത്രം. അതാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെയും പോലുള്ള സഹാബത്തിനെ ചീത്ത വിളിക്കുകയും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തേക്കുന്നവർ ഇസ്ലാമിക വൃത്തത്തിന് അപ്പുറത്താണ്. അല്ലാത്തവർ മുസ്ലിമീങ്ങൾ തന്നെയായിട്ടാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ബഹുമാനികളെ, അപ്പോൾ ഷിയ എന്ന വിഭാഗം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖലീഫയായിട്ട് തെരഞ്ഞെടുക്കുന്ന സമയത്ത് അലി റളിയല്ലാഹു തആല അൻഹു അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ, ഇനി അടുത്ത ഒരു വിഷയം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖലീഫയായിട്ട് വന്ന സമയത്ത്, ഖലീഫയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതായ സമയത്ത് ഫദഖ് എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖൈബർ യുദ്ധത്തിലെ ഗനീമത്ത് സ്വത്തായിട്ട് കിട്ടിയതാണ്. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ബൈത്തുൽ മാലിലേക്ക് ചേർത്തു. ബൈത്തുൽ മാൽ എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്തിലേക്ക് ചേർത്തു. അപ്പൊ ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹക്ക് പ്രയാസമായി. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, എന്തേ, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്തല്ലേ അത്? അനന്തരാവകാശമായിട്ട് എനിക്ക് കിട്ടേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ബൈത്തുൽ മാലിലേക്ക് ചേർത്തത് എന്ന് ചോദിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു ഫാത്തിമ ബീവിയോട് അദബോടുകൂടെ മര്യാദയോടുകൂടെ തന്നെ പറയുകയാണ്. എന്ന് പറഞ്ഞു, ഓ ഫാത്തിമ ബീവി, ഒരു പ്രവാചകന്മാരും അവരുടെ മക്കൾക്ക് അനന്തരാവകാശമായിട്ട് സ്വത്തുക്കൾ കൊടുത്തിട്ടില്ല. കൊടുക്കൽ, അവർക്ക് എടുക്കൽ അനുവദനീയം അല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സ്വത്തിനെ ഞാൻ ബൈത്തുൽ മാലിലേക്ക് ചേർത്തതെന്ന് പറഞ്ഞു. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വവരിസ സുലൈമാനു ദാവൂദ. അങ്ങ് ഖുർആനിൽ ഇല്ലേ? വവരിസ സുലൈമാനു, സുലൈമാൻ നബി അലൈഹിസ്സലാം അനന്തരാവകാശം എടുത്തു. ദാവൂദ് എന്ന് പറയുന്ന തന്റെ പിതാവിൽ നിന്നും അനന്തരാവകാശം എടുത്തു എന്ന് ഖുർആനിൽ ഉണ്ടല്ലോ. അപ്പോ ഇത് നമുക്ക് പറ്റൂലേ എന്ന് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഓ ഫാത്തിമ ബീവി, ദാവൂദ് നബി അലൈഹിസ്സലാമിന് സുലൈമാൻ എന്ന ഒരു മകൻ മാത്രമല്ലല്ലോ ഉള്ളത്. എല്ലാ വിറാസത്തും അവർക്കാണോ കിട്ടിയത്? ഈ ആയത്തിന്റെ ഉദ്ദേശം എന്താ? എല്ലാം അവർക്ക് തന്നെ കിട്ടിയേക്കുന്നത്. എന്താ അതിന്റെ ഉദ്ദേശം? അൻ-നുബുവ്വത വൽ ഇൽം. അതാണ് ദാവൂദ് നബി അലൈഹിസ്സലാമിൽ നിന്നും സുലൈമാൻ നബി അലൈഹിസ്സലാം അനന്തരാവകാശം എടുത്തത് എന്താ? പ്രവാചകത്വവും അറിവുമാണ്, അല്ലാതെ ഭൗതികമായ സമ്പത്തല്ല എന്ന് പറഞ്ഞു. ഫാത്തിമ ബീവിക്ക് കാര്യം മനസ്സിലായി. ക്ഷമിക്കണം, എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ ഇറങ്ങി. ഫാത്തിമ ബീവിക്ക് മനസ്സിലായി. ആർക്ക് മനസ്സിലായില്ല? ഫാൻസ് അസോസിയേഷൻ മനസ്സിലായില്ല.
അങ്ങനെയാണല്ലോ, നേതാവിന് മനസ്സിലായാലും അണികൾക്ക് തിരിയൂല, അവർ കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഈ വിഷയത്തിൽ പിന്നീട് കുഴപ്പങ്ങൾ ഉണ്ടാക്കി, പിന്നീട് അവർ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനികളെ, ഇങ്ങനെയൊക്കെയാണ് ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്നു. അബ്ദുല്ലാഹിബ്നു സബ ഇവൻ വന്നുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ഖലീഫയായിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയോ ഉമറിനെയോ റളിയല്ലാഹു അൻഹു ഉസ്മാനെയോ അംഗീകരിക്കേണ്ടതില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇവൻ വരുന്നത്. എല്ലാവരും ഒന്ന് ശരിക്കും ശ്രദ്ധിക്കണം ഈ വിഷയം. അബ്ദുല്ലാഹിബ്നു സബ എന്ന് പറയുന്ന ആള് സബഇയ്യത്ത് എന്ന് പറയുന്ന അവരുടെ വിഭാഗത്തിന്റെ നേതാവാണ്. സബഇയ്യത്ത് അബ്ദുല്ലാഹിബ്നു സബ. ഇവൻ വന്നുകൊണ്ട് പറഞ്ഞത് എന്താ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയും നിങ്ങൾ ഖലീഫയായിട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഹയാത്തിലേക്ക് തിരിച്ചു വരും. പ്രത്യേകമായൊരു വിചിത്രവാദവുമായിട്ടാണ് ഇയാൾ വന്നത്. ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കും. അബ്ദുല്ലാഹിബ്നു സബഇന്റെ വാദം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിൽ നിന്നും തിരിച്ചു ദുനിയാവിലേക്ക് വരും. അപ്പൊ സബഇനോട് ചോദിച്ചു, എന്താണോ നിനക്ക് അതിനുള്ള തെളിവ്? തെളിവ് ഖുർആൻ ശരീഫിലെ ആയത്താണ്. എന്താണ് ആയത്ത്? ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആന ലറാദ്ദുക ഇലാ മആദ്, സൂറത്തുൽ ഖസസ്. എന്തേ അല്ലാഹു തആല അതിൽ പറഞ്ഞത്? തീർച്ചയായും അങ്ങയുടെ മേൽ ഖുർആൻ ശരീഫ് അവതരിപ്പിച്ച രക്ഷിതാവ് അങ്ങയെ മടക്കി കൊണ്ടുവരും എന്നതാണ് ആയത്തിന്റെ അർത്ഥം. ഈ ആയത്തിൽ നിന്നും പഠിക്കുന്നത് എന്താ? വീണ്ടും തങ്ങൾ ദുനിയാവിലേക്ക് വരും എന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെയും ഖലീഫമാരായിട്ട് തിരഞ്ഞെടുക്കേണ്ടതില്ല, ഖലീഫമാരായിട്ട് ഉൾക്കൊള്ളേണ്ടതില്ല, ഖലീഫയായിട്ട് സ്വീകരിക്കേണ്ടതില്ല എന്ന് അബ്ദുല്ലാഹിബ്നു സബ പറഞ്ഞു. വിചിത്രമായ വാദം. ഇനി ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്തെന്നറിയോ? മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് ജുഹഫ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നുകൊണ്ട് മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസപ്പെടുന്നുണ്ട്. മക്ക രാജ്യമേ, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നിന്നിലാണ് എന്റെ പിതാവ് ജന്മം കൊണ്ടത്, മക്ക രാജ്യത്താണ് എന്റെ മാതാവിന് ജന്മം കൊണ്ടത്, എന്റെ ബാല്യവും കൗമാരവും എല്ലാം മക്ക രാജ്യമേ നിന്നിലായിരുന്നു, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഈ ജനങ്ങൾ എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ പോവുകയില്ലായിരുന്നു എന്ന് വിങ്ങുന്ന മനസ്സോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, വിഷമത്തോടുകൂടി പറയുന്നുണ്ട്. ഇത് ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇങ്ങനെ പ്രയാസപ്പെടുന്ന സമയത്ത് അല്ലാഹു തആല ഇറക്കിയ ആയത്താണിത്. എന്ത്? നബിയെ പ്രയാസപ്പെടേണ്ടതില്ല, അങ്ങയുടെ മേൽ ഖുർആൻ ശരീഫ് ഇറക്കിയ ഏതൊരു രക്ഷിതാവാണോ ആ രക്ഷിതാവ് തന്നെ അങ്ങയെ മക്കയിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ഖുർആൻ ശരീഫ് ഇറങ്ങി പ്രബോധനത്തിലേക്ക് ഇറങ്ങിയത് കൊണ്ടല്ലേ മക്ക ശരീഫ് വിടേണ്ടി വന്നത്. എന്നാൽ വിജയശ്രീലാളിതനായിട്ട് അങ്ങയെ അല്ലാഹു തആല മക്കയിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞ ഈ ആയത്തിനെ അബ്ദുല്ലാഹിബ്നു സബ എങ്ങനെ മാറ്റിത്തിരുത്തി? എന്താക്കി? ദുനിയാവിലേക്ക് വീണ്ടും വരും എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കി, കുഴപ്പങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഷിയ വിഭാഗത്തിന്റെ ഒരു വിഭാഗം അബ്ദുല്ലാഹിബ്നു സബ. ബഹുമാനികളെ, ഇങ്ങനെ ഷിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗം എന്നത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് ഒരുപാട് സ്ഥാനം കൊടുത്തു. ഒരുപാട് സ്ഥാനം. ഏതുവരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തുവരെ സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അവരുടെ ബാങ്ക് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഷിയാക്കളുടെ ബാങ്ക് കേട്ടവർ ഗൾഫിലുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്തേ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞിട്ട് ഒരു കാര്യം പറയില്ലേ? എന്താ പറയണത്? അഷ്ഹദു അന്ന അലിയൻ വലിയുല്ലാഹ്. അങ്ങനെ ബാങ്കിൽ എങ്ങനെയുണ്ട്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി കഴിഞ്ഞിട്ട് പറയുന്നത് അഷ്ഹദു അന്ന അലിയൻ വലിയുല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അത്രയും സ്ഥാനം കൊടുത്തിട്ട് അവർ ഉയർത്തണം എന്ന് പറഞ്ഞാൽ പരിധിക്കും അപ്പുറം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ് ഈ സമുദായത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഒന്നാമൻ എന്നതിനെ അംഗീകരിക്കാൻ ഷിയാക്കൾ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ മറ്റൊരു കാര്യം വിഷമത്തോടുകൂടി പറയാതിരിക്കാൻ നിർവാഹമില്ല. എന്ത്? മൗലിദും റാത്തീബും കഴിക്കുന്ന ആളുകൾ ഷിയാക്കളുടെ പാരമ്പര്യമാണ് പിൻപറ്റുന്നത് എന്ന് പറയുന്നവരുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അഹ്ലു ബൈത്തിനോടും ഒരുപാട് സ്നേഹം വെക്കുന്നവർ അവർ ഷിയ പാരമ്പര്യമുള്ളവരാണെന്ന് പറയുന്നവരുണ്ട്. ഷിയാക്കൾ ആരാണ് എന്ന് മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടും എന്ന് മനസ്സിലാക്കുന്നിടത്ത് തെറ്റുപറ്റിയവരാണ് അവർ. ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നുണ്ട്.
എന്തേ ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്? ഇൻകാന റഫുലൻ ഹുബ്ബ ആലി മുഹമ്മദി ഫലിയശ്ഹദി ഥഖലാനി അന്നി റാഫിദു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും നബി കുടുംബത്തോടുമുള്ള സ്നേഹം അത് റാഫിളിയത്താണ്, ഷിയായിസമാണ് എങ്കിൽ മനുഷ്യന്മാരെ നിങ്ങൾ എല്ലാവരും സാക്ഷികളായിക്കോ, ഞാൻ റാഫിളിയത്താണ്, ഞാൻ ഷിയയാണെന്ന്. ആര് പറയുന്നു? ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയാത്തത് പറയുന്നതല്ല ഇവിടെ നിന്നുകൊണ്ട്. തെളിവുകൾ വേണമെങ്കിൽ പറയാം ബഹുമാനികളെ. ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നതോ നബി കുടുംബത്തിനെ ഇഷ്ടം വെക്കുന്നതോ ഷിയായിസമല്ല. തെറ്റിദ്ധാരണ ഒരിക്കലും വെച്ചു പുലർത്തരുത്. ഷിയായിസം എന്നത് മറ്റൊരു ഘടനയാണ്, മറ്റൊരു രീതിയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതോ നബി തങ്ങളുടെ കുടുംബത്തെ സ്നേഹം വെക്കുന്നതോ ഷിയായിസമല്ല. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നബി കുടുംബത്തെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന കാര്യം എന്താ? ലാ അസ്അലുക്കും അലൈഹി അജ്റാ. ഓ മനുഷ്യന്മാരെ, ഞാൻ ഈ പ്രബോധനം നടത്തിയതിന്റെ പേരിൽ നിങ്ങളോട് ഒരു കൂലിയും ആവശ്യപ്പെടുന്നില്ല. എല്ലാ പ്രവാചകന്മാരും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ എത്തിച്ചു തന്ന ഇക്കാര്യത്തിൽ ഒരു പ്രതിഫലവും നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞു. ഖുർആൻ ശരീഫിലൂടെ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ലാ അസ്അലുക്കും അലൈഹി അജ്റാ. ഈ പ്രബോധനത്തിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ ഒരു കൂലിയും ആവശ്യപ്പെടുന്നില്ല. ഒരൊറ്റ കൂലിയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം, അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. എന്റെ പ്രബോധനത്തിനുള്ള കൂലിയായിട്ട് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത് എന്താ? എന്റെ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ പരിധി വിട്ടുകടന്നു എന്നുള്ളതാണ് ഷിയാക്കൾക്ക് പറ്റിയതായ തെറ്റ്. പരിധി വിട്ടുകടന്നു എന്ന് പറഞ്ഞാൽ എല്ലാ സഹാബത്തിനെയും ആക്ഷേപിക്കാനും അധിക്ഷേപിക്കുവാനും തയ്യാറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനോട് അടുത്ത് വിലായത്തിന് ഏൽപ്പിക്കാൻ അവർ തയ്യാറായി എന്നതാണ് ഷിയാക്കൾക്ക് പറ്റിയതായ തെറ്റ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി നേരായ മാർഗത്തിൽ നിലകൊള്ളാൻ നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തെ സംബന്ധിച്ചൊക്കെ പല കാര്യങ്ങളും പറയാനുണ്ട്. അതൊന്നും നമുക്ക് ജുമുഅയുടെ വിഷയത്തിലായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാൻ കഴിയില്ലല്ലോ. ഏതായാലും മദീന മീഡിയ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്. അധികം ആളുകളും അത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ നമ്മുടെ മഹല്ലിൽ നിന്ന് അധികം ആളുകളും ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷിയായിസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആരാണ് ഷിയാക്കളെന്നും റാഫിളിയത്ത് ആരാണെന്നും ഓരോ വിഭാഗം ആളുകൾ ആരാണ് എന്നും ഇൻഷാ അല്ലാഹ് മദീന മീഡിയയിലൂടെ നിങ്ങൾക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ആ കാര്യത്തെക്കുറിച്ച് പഠിക്കുകയും സംശയങ്ങളോ അതുപോലെ തന്നെ അഭിപ്രായങ്ങളോ അതിൽ രേഖപ്പെടുത്തിക്കൊണ്ട് എന്നോട് തിരിച്ചും ചോദ്യങ്ങൾ ഉണ്ടാകണമെന്നുകൂടി ഞാൻ സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അല്ലാഹു തആല ഖൈറിന്റെ വാതിലുകൾ നമുക്ക് തുറന്നു തരുമാറാകട്ടെ. ബഹുമാനികളെ, പ്രത്യേകിച്ച് ഇന്നൊന്നുമില്ല. ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. 2 പള്ളിയുമായി അടുത്ത ബന്ധമുള്ള 2 സഹോദരങ്ങളുടെ മാതാക്കൾ, 2 പേരുടെയും മാതാക്കൾ പലവിധ രോഗത്തിലാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ നീ സലാമത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. കാമിലായ ഈമാൻ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. ഹിദായത്തിന്റെ മാർഗങ്ങൾ ഞങ്ങൾക്ക് നീ എളുപ്പമുള്ളതാക്കണം റഹ്മാനെ. വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും പ്രബോധനം ചെയ്യുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, എവിടെയെല്ലാം തെറ്റിപ്പോയിട്ടുണ്ടോ അതെല്ലാം തിരുത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. പടച്ചവനെ, ലോകത്ത് നീ സമാധാനം നിലനിർത്തണം റഹ്മാനെ. പടച്ചവനെ, പലവിധമായ വിഷമിക്കുന്നതായ രീതിയിലുള്ള വാർത്തകൾ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അല്ലാഹുവേ, എല്ലാവർക്കും നീ സമാധാനവും സ്വസ്ഥതയും നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ നാട്ടിലും നീ സ്വസ്ഥതയും സമാധാനവും നിലനിർത്തി തരണം തമ്പുരാനെ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും നീ കാക്കണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിലും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലും പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. നാഥാ, നീ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ, പള്ളിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന 2 സഹോദരങ്ങളുടെ അവരുടെ മാതാവ്, അല്ലാഹുവേ, മാതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ ശിഫ നൽകണം അല്ലാഹ്. അവരുടെ രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നീ അറിയുന്നവനാണ്. നീ സമാധാനം നൽകണം റഹ്മാനെ. ആഫിയത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെയും അവരുടെയും ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. ഞങ്ങൾ ഏതെല്ലാം കാര്യങ്ങളിൽ ബന്ധപ്പെടുന്നുണ്ടോ അതിൽ നീ ഖൈർ നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരും വിദേശ രാജ്യങ്ങളിൽ
രാജ്യങ്ങളിലുണ്ട്, അവരുടെ ജോലികളിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ മനസ്സിന് നീ സമാധാനം നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് പലരും ഹജ്ജിനും ഉംറക്കുമായിട്ട് എത്തിയിട്ടുണ്ട്. അല്ലാഹുവേ, അവരെ നീ സ്വീകരിക്കണം റഹ്മാനെ. അവരുടെ അഅ്മാലുകൾ നീ സ്വീകരിക്കണം റഹ്മാനെ. സിയാറത്ത് നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഹജ്ജും ഉംറയും ചെയ്തവർ ഞങ്ങളിലുണ്ട്, അതെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ചെയ്യാൻ ആഗ്രഹം മനസ്സിലുള്ളവരുണ്ട്, അതിനുള്ള മാർഗങ്ങൾ നീ എളുപ്പമുള്ളതാക്കണം റഹ്മാനെ. ഞങ്ങളെ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാഹ്. റബ്ബന റഹ്മഹും കമാ റബ്ബൗനാ സിഗാറ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. صل على محمد يا رب صل عليه وسلم. മയ്യത്ത് നിസ്കരിക്കുക.